ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. അപ്പോൾ മക്കളെ, മിസ് വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സീ ആർ ദ ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ് ലൊക്കേറ്റഡ്? എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ് ഉള്ളത്? നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപടമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏകദേശം വെസ്റ്റ് ബേ ബംഗാൾ അല്ലേ, ബേ ബംഗാളിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ഏകദേശം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ശരിക്കും ഐസ്ലാൻഡ്? മിസ് പറഞ്ഞില്ലെന്നോ അല്ലേ. എന്താ ശരിക്കും ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, ലക്ഷദ്വീപ് പോകണം, ആൻഡമാൻ നിക്കോബാറിൽ പോകണം എന്നൊക്കെ പലരോടും ചോദിച്ചാൽ മക്കൾ പറയുന്ന ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ ചുറ്റും വെള്ളമായിരിക്കും, നടുവിലൊരു ഇച്ചിരി പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം ഇല്ലാത്ത, നമ്മൾ കരയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ജീവിക്കുന്ന സ്ഥലമുള്ളത്. അതാണ് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐസ്ലാൻഡ് ഇൻ ഏരിയ ഓഫ് ലാൻഡ് സ്മോളർ ദാൻ ദ കോണ്ടിനെന്റ് ആൻഡ് എൻറ്റയർലി സറൗണ്ടഡ് ബൈ വാട്ടർ. അതിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നടുവിലുള്ള കുറച്ച് ഭാഗം മാത്രം കോണ്ടിനെന്റ് പോലെ അല്ലേ. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസ്ലാൻഡ് എന്ന് പറയുക. അത് മേ ബി ഓഷൻ ആവാം, സീ ആവാം, ലേക്ക് ആവാം, റിവർ ആവാം, എന്തും ആവാം ചുറ്റുമുള്ളത്. പക്ഷേ ഒറ്റപ്പെട്ട ഒരു സ്ഥലം, ഒറ്റപ്പെട്ട ഒരു കര എന്നൊക്കെ പറയുന്ന പോലെ ചുറ്റും വെള്ളവും നടുവിൽ ഇച്ചിരി ഭാഗം എന്താണ് കരഭാഗം ഉള്ളതാണ് നമ്മുടെ ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബേ ഓഫ് ബംഗാളിൻ്റെ അവിടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് ഏകദേശം കാണുന്നു. ദ ആർ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആർ ദ ജോഗ്രഫിക്കലി പാർട്ട് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ റീജിയൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. സെറ്റ് അല്ലേടാ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. വൈ ഡു യു തിങ്ക് സം ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഫൗണ്ട് ഓൺലി ഓൺ ദീസ് ഐസ്ലാൻഡ്? ഈ ഐസ്ലാൻഡിൽ തന്നെ ചില ആൻഡമാൻ നിക്കോബാറിൽ മാത്രം കാണുന്ന ചില രീതിയിലുള്ള എന്താ പറയുക പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ചിലർക്ക് ചിലതെല്ലാം ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം പോലെ അല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താ, ചിലപ്പോൾ ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, എനിക്കത് ഇഷ്ടമല്ല വിചാരിച്ചോ. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേറെയാണല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യത്തിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ ബേർഡ്സിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഓരോരോ സ്ട്രക്ചർ, ജോഗ്രഫിക്കൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പല ജീവികളും പല ആനിമൽസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാറിൽ കാണുന്ന ഒരാളാണ് ആൻഡമാൻ ഹോൺബിൽ എന്ന് പറയുന്നത് അല്ലേ, വേഴാമ്പൽ എന്നൊക്കെ പറയും. അപ്പോൾ ഹോൺബിൽ, അതേപോലെ തന്നെ ആൻഡമാൻ വുഡ് പിജിയന്, നല്ല പ്രാവ്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആളുകളെ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. അപ്പോൾ സം ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഫൗണ്ട് ഓൺലി ഓൺ ഐസ്ലാൻഡ് ലൈക്ക് ആൻഡമാൻ നിക്കോബാർ ബിക്കോസ് ദ ഐസ്ലാൻഡ് ആർ ഫാർ എവേ ഫ്രം ദ ലാൻഡ്സ് അല്ലേ. ഐസ്ലാൻഡ് ലാൻഡിൽ നിന്ന് ഒരുപാട് ഫോർ അവേ, ഒരുപാട് ദൂരെയാണ് ഉള്ളത്. ദീസ് ആനിമൽസ് ലീവ് ദെയർ ഫോർ മെനി ഇയേഴ്സ്. സ്ലോലി ദേ ചേഞ്ച് ആൻഡ് അഡാപ്റ്റ് ദെയർ പ്ലേസ്. അപ്പോൾ ആ പ്ലേസുമായിട്ട് അവർ അഡാപ്റ്റ് ആയി. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ആവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സുമായിട്ട് പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ആവും. അതുപോലെ ആ ഒരു സ്ഥലമായിട്ട് അവർ പെട്ടെന്ന് എന്ത് ചെയ്തു, അഡാപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സിൻസ് ദേ ഡു നോട്ട് മിക്സ് വിത്ത് ആനിമൽസ് ഫ്രം അതർ പ്ലേസ് ദേ ബിക്കം സ്പെഷ്യൽ ആർ ഫൗണ്ട് ഓൺലി ഇൻ ദാറ്റ് ഐസ്ലാൻഡ്. അപ്പോൾ അവർക്ക് അങ്ങനെ ആ ഒരു സ്ഥലത്ത് സെറ്റ് ആയതുകൊണ്ട് അവർക്ക് വേറെ എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമില്ല, മറ്റാരുമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റും അവർ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആളുകളാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഐസ്ലാൻഡുകൾ ഇതുപോലെയുള്ള പല പല സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഇനി അടുത്തതാ, ഇൻ വാട്ട് വേസ് ഡു പീപ്പിൾ ഇൻ സുന്ദർബൻസ് ഡിപ്പെൻഡ് ഓൺ ദ മാംഗ്രോവ് ഫോറസ്റ്റ്? അപ്പോൾ സുന്ദർബനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. സുന്ദർബൻ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള മാംഗ്രോവ്സ് പറഞ്ഞാൽ എന്താ മക്കളെ, ഈ കണ്ടൽക്കാട് അല്ലേ. കണ്ടൽക്കാടാണ് ചുറ്റും, അതിന് നടുവിലൂടെയുള്ള യാത്ര പറഞ്ഞാൽ ഭയങ്കര രസമാണ്. മിസ് പോയിട്ടുണ്ട് കണ്ടൽക്കാടിൻ്റെ നടുവിൽ. അപ്പോൾ കോഴിക്കോട് കടലുണ്ടി പറഞ്ഞൊരു ഭാഗത്ത് കണ്ടൽക്കാടിൻ്റെ ഏരിയ ഉണ്ട്, നല്ല രസമാണ് അതിൻ്റെ ഇങ്ങനെ നടുവിലൂടെ പോകുന്നത്. അപ്പോൾ കണ്ടൽക്കാട് കൂടെയുള്ള യാത്ര അല്ലേ. അപ്പോൾ എന്താ ഈ കണ്ടൽക്കാടിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സുന്ദർബൻ്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ പറയാൻ പറ്റും, മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് വേൾഡിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാംഗ്രോവ് ഫോറസ്റ്റ് ആണ്. ദിസ് ഫോറസ്റ്റ് ഈസ് സീൻ വെയർ ദ റിവർ ഗംഗ മീറ്റ്സ് ദ സീ ആൻഡ് ദ ലാൻഡ് ഈസ് മഡി ആൻഡ് സോൾട്ടി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, കണ്ടൽക്കാടിൻ്റെ ആ ഭാഗത്ത് ഫുള്ള് മഡിയും സോൾട്ടി ആയിരിക്കും. മഡി പറയുമ്പോൾ ഫുള്ള് ചതുപ്പ് നിലങ്ങളായിരിക്കും കംപ്ലീറ്റ് ആയിട്ടും ഈ കണ്ടൽക്കാടിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുക. അതേപോലെ അതിൻ്റെ വേരുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ് മാംഗ്രോവ്സിന് ഉണ്ടായിരിക്കുക കേട്ടോ. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലെ ട്രീസ് ഒക്കെ ഈ വെറ്റ് ആയിട്ടുള്ളതും സോൾട്ടി ആയിട്ടുള്ള ലാൻഡുകളാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതാണ് സുന്ദർബനിൻ്റെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ പീപ്പിൾ ഇൻ സുന്ദർബൻസ് ഡിപ്പെൻഡ് ഓൺ ദ മാംഗ്രോവ് ഫോറസ്റ്റ് ഫോർ മെനി തിങ്സ് ഇൻ ദിയർ ഡെയിലി ലൈഫ്. അപ്പോൾ അവിടെ ജീവിക്കുന്നവർക്കും ഈ മാംഗ്രോവ്സുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അവർ പല പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാംഗ്രോവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ ഫോറസ്റ്റ് പ്രൊവൈഡ് ദം വിത്ത് വുഡ്, ഫ്യൂവൽ, ബിൽഡിംഗ്, ഫുഡ് ലൈക്ക് ഫിഷ്, ഹണി ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അങ്ങനെ പല സാധനങ്ങളും, ഈവൻ ഫുഡിന് വേണ്ട ഫിഷും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾക്ക് ഫ്യൂവൽസും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദ സ്ട്രോങ് റൂട്ട് ഓഫ് മാംഗ്രോവ് ട്രീസ് ഹോൾഡ് ദ സോയിൽ ടുഗെദർ ടു പ്രൊട്ടക്ട് ദെയർ ലാൻഡ് ഫ്രം ഫ്ലഡ് ആൻഡ് സീ വേവ്സ്.
അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തെ പൊതുവേ എന്താണ് എല്ലാ പ്രദേശങ്ങളും പെട്ടെന്ന് അങ്ങ് നാശമായി പോകും. പക്ഷേ ഈ മാംഗ്രോവ് ഫോറസ്റ്റ് ഉള്ള ഭാഗം പെട്ടെന്ന് നാശമായി പോവില്ല. റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ്. അതുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. സോ അടിപൊളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ കോണ്ടന്റ് വീഡിയോസും ലൈവുകളും ഒക്കെ കാണുക. മിടുക്കരായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ലൈവിൽ കാണാം. Bye bye.